ഇപ്പോൾ പരിശുദ്ധാത്മാവ് എന്താ നമ്മൾ പറയണത്? ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ മുമ്പോട്ടേ പോകത്തുള്ളൂ, പുറകോട്ട് പോകത്തില്ല. എന്താ കാര്യം? നമ്മൾ മുമ്പോട്ടേ പോകാവൂ, പുറകോട്ട് പോകരുത് എന്ന് പറയുന്നതിന് പകരം ദൈവം പറഞ്ഞ എന്താണ്? ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും എന്ന് പറഞ്ഞ്, ഞാൻ നിനക്ക് മുമ്പേ നിന്റെ ദൂതനെ അയക്കും. അപ്പം നമ്മൾ മുമ്പോട്ടേ പോകത്തുള്ളൂ, പുറകോട്ട് പോകത്തില്ല. നമ്മൾ മുമ്പോട്ടേ പോകാവൂ എന്ന് പറയാൻ വേണ്ടിയാണ് കർത്താവിൻ്റെ വചനം പറയണത്, ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയാലെ കൃപയാലെ അനുദിനവും കൃപയാലെ 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 അനുദിനവും കൃപയാലെ അനുദിനവും. പ്രൈസ് ദി ലോർഡ്. ഈ അന്ധനായ അപ്പനും മകനും ജീവിതത്തിൻ്റെ വെല്ലുവിളി അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. കണ്ടില്ലേ? ഉടമ്പടിയിൽ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അവൻ പ്ലസ് 1 പാസ്സായി, കമ്പ്യൂട്ടർ എൻജിനീയറിങ്. അതുപോലെ തന്നെ അവൻ +2 പാസ്സായി. അപ്പോൾ അവൻ്റെ അടുത്ത പ്രശ്നം അവന് ബിടെക്കിന് പോകണം. അതാണ് അവൻ്റെ അടുത്ത പരിപാടി. മുമ്പോട്ട് തന്നെ പോകണവരെ. അപ്പോൾ എങ്ങനെയാണ് ഈ അന്ധന്മാർ രണ്ടുപേരും കൂടി അപ്പനും മകനും കൈ പിടിച്ച് മാതാവിൻ്റെ കൈയും പിടിച്ച് മുമ്പോട്ട് പോകണത്? മനോഹരമായൊരു സാക്ഷ്യമാണ്. ഞാൻ തന്നെ പറഞ്ഞത് എന്തൊരു വെല്ലുവിളിയാണ്. മനുഷ്യന് നമ്മൾ അന്ധന്മാരാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണത് ഈ ബിടെക്കിന് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കണം? ആദ്യം കണ്ണു തുറന്നു പറഞ്ഞാലേ പ്രാർത്ഥിക്കത്തുള്ളൂ, അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ അന്ധന്മാരാണെങ്കിൽ നമ്മൾ ബിടെക്കിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, അല്ല, കണ്ണു തുറന്നു തരാൻ ആദ്യം പ്രാർത്ഥിക്കത്തുള്ളൂ. അപ്പോൾ അതിലേക്ക് ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ പക്ഷേ ബിടെക്കിന് ചെല്ലുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാവും. ബിടെക്കിനെ വരുമ്പോൾ അവർ പറയും അഡ്മിഷൻ ഇല്ല എന്ന് പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ സാങ്കേതിക വിദ്യാഭ്യാസമാണ്. സാങ്കേതിക വിദ്യാഭ്യാസത്തിന് 40% വൈകല്യമേ പാടുള്ളൂ. ഇതിപ്പോൾ 100% വൈകല്യമാണ്. 40% വൈകല്യമേ ഉണ്ടെങ്കിൽ സാങ്കേതിക വിദ്യാഭ്യാസം കൊടുക്കാമെന്നാണ് ഗവൺമെൻറ് നിയമം. അപ്പം അതുകൊണ്ട് ഇത് 100% വൈകല്യമായതുകൊണ്ട് ബിടെക്കിന് സ്ക്രീൻ പോലും കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് അഡ്മിഷൻ കിട്ടത്തില്ലെന്ന് പറയും. പക്ഷേ ഈ അപ്പനും മകനും അതിന് വേറൊരു മാർഗം കണ്ടുപിടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ എൻട്രൻസ് എക്സാമില്ലേ, എൻട്രൻസ് എക്സാമിന് സ്ക്രൈബിനെ വെച്ച് എൻട്രൻസ് തോറ്റു കഴിഞ്ഞാൽ അതിക്കുമ്പോൾ ഒരു എൻട്രൻസ് ഉണ്ടല്ലോ, എൻട്രൻസിനാണ് ഇവരുടെ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയണത്. എൻട്രൻസിൽ വരുമ്പോൾ എൻട്രൻസിൽ വെച്ച് ഇങ്ങനെയുള്ള ആൾക്കാർ തള്ളിപ്പോകത്തില്ലേ. അപ്പോൾ എൻട്രൻസിന് ചെയ്യണമെങ്കിൽ ഇവന് ചെയ്യാൻ പറ്റത്തില്ല, സ്ക്രൈബിനെ വെച്ച് ചെയ്യാം. അപ്പോൾ വേറെ ഒരാളെ വാടകയ്ക്ക് എടുക്കണം, എഴുത്തുകാരന് നിയമപരമായിട്ട് വേറെ ആളെ കണ്ണ് കാണാവുന്ന ഒരാളെ വാടകയ്ക്ക് എടുക്കണം. വാടകയ്ക്ക് എടുക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിടെക്കുകാരൻ്റെ എൻട്രൻസിന് വാടകയ്ക്ക് എടുക്കേണ്ട ആൾ സ്ക്രൈബിന് +1 വിദ്യാഭ്യാസമേ പാടുള്ളൂ. കാര്യം എന്താണ്? ഇവന് കൂടുതലുണ്ടായി കഴിഞ്ഞാൽ ഈ സ്ക്രൈബിന് ഇവനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടായാൽ അവൻ്റെ അറിവ് ഇവൻ്റെ ഉത്തരത്തിൽ വരണ കാരണം ഇവൻ ജയിക്കും, കള്ളജയമായിരിക്കും അത്. അത് കാരണം ഗവൺമെൻറ് പറഞ്ഞിരിക്കണത് സ്ക്രൈബിന് വാടകയ്ക്കെടുത്ത് നിൻ്റെ പരീക്ഷ അവനെടുത്ത് നീ പറഞ്ഞു കൊടുക്കുന്നു, അവൻ എഴുതുന്നു, പക്ഷെ അവന് വിദ്യാഭ്യാസം നിന്നേക്കാൾ കുറവായിരിക്കണം, +1 പാടുള്ളത്. അപ്പോൾ +1 ഒരു വിദ്യാർത്ഥിയെ കണ്ടുപിടിക്കും. നോക്കിയേ, ജീവിതം കുറച്ച് പരിഷ്കമാണെങ്കിലും അമ്മയോട് കൂടി ഇവർ മുന്നേറിക്കുകയാണ്. അമ്മയോട് കൂടി മുന്നോട്ട് പോകണ പോക്ക് കാണണം, നല്ല രസമാണ്. എന്നിട്ട് ഇവർ സ്ക്രൈബിനെ കണ്ടുപിടിക്കും. ഒരു +1 ഉള്ള ആളെ എൻട്രൻസ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവൻ +1 സർട്ടിഫിക്കറ്റ് വേണം. അവന് +1 പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, +1 +2 പൂർത്തിയാക്കിയാലേ അവന് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. അപ്പം പിന്നെ എന്താ മാർഗം? പൂർത്തിയാക്കിയതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറയും. അവൻ 10ാം ക്ലാസ് പൂർത്തിയാക്കി, സ്ക്രൈബ് 10ാം ക്ലാസ് പൂർത്തിയാക്കിയതാണ്. അപ്പോൾ 10ാം ക്ലാസ് വേറെ സ്കൂളിലാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അവിടെ ചെന്ന് പറയും, സാറേ സ്ക്രൈബിന് വേണ്ടിയാണ് ഇവൻ 10ാം ക്ലാസ് ഇവിടെ പഠിച്ചതാണെന്ന് സർട്ടിഫിക്കറ്റ് തരണമെന്ന് പറയും. അപ്പോൾ ഹെഡ് മാസ്റ്റർ പറയും,
ഇവർ ഇപ്പം പഠിക്കുന്ന സ്കൂളിൽ നിന്ന് മേടിക്കുക, ഇവിടെ പണ്ട് പഠിച്ചതാണ്, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇപ്പം തരാൻ പറ്റത്തില്ലെന്ന് പറയും. എന്തെല്ലാം നോക്കി, ഈ രണ്ടുപേരും അന്ധന്മാരാണ്. ഇവരെ അന്ധന്മാർ അതിനേക്കാൾ വലിയ അന്ധന്മാരാണ് ഇവരെ ആക്രമിക്കാൻ പറ്റുന്നത്. എന്ത് കഷ്ടമാണ് ദിവസത്തിന്. അവർ ആ ജീവിതം അവർ നമ്മളല്ലേ ഉടമ്പടിക്ക് ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതിനെ അയക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മുന്നോട്ട് തന്നെ പോവുക, പുറകോട്ടടിക്കരുതെന്ന് അർത്ഥം. അപ്പനും മകനും മുന്നോട്ട് തന്നെ പോവുകയാണ്. മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരെ സ്കൈബിനെ കിട്ടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അപ്പനും മകനും സ്കൂൾ ഓഫീസിന് വാദിക്കാൻ നിൽക്കുകയാണ്. എന്നുവെച്ചാൽ പെട്ടെന്ന് ഈ അപ്പന് തോന്നി ഉടമ്പടി കാശുരം എടുത്ത് വിശ്വപ്രമാണം ചെയ്യാൻ തോന്നി. അപ്പം ഇവരെ പുറത്താക്കി അവർ കൊടുക്കത്തില്ലെന്നും പറഞ്ഞ്. എന്നിട്ട് ഇവർ സ്കൂളിൻ്റെ വരാന്ത ഇരുന്നുകൊണ്ട് അപ്പൻ ഉടനെ ഈ അന്ധനായ അപ്പൻ ആ ഉടമ്പടി കാശുരം എടുത്തിട്ട് തിരുമ്മി വിശ്വാസപ്രമാണം ചെല്ലും. വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിങ്ങനെ കണ്ണുടച്ച് വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ പറയണേ, എനിക്ക് ഗ്ലൂക്കോമ വന്നാണ് എൻ്റെ 100% കണ്ണ് പോയത്. അത് ഭയങ്കര സാക്ഷ്യമാണത്. എനിക്ക് ഗ്ലൂക്കോമ വന്നാൽ 100% കണ്ണ് പോയത്. അപ്പം അത് കരയാൻ പറ്റത്തില്ല, ഈ കണ്ണീരില്ല. പക്ഷേ ഞാൻ ഈ വിശ്വാസപ്രമാണം തിരുമ്മിയപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്ന്. കാര്യം എനിക്കത്രയും വേദന ഉണ്ടായിരുന്നെന്ന്. ഞാനിങ്ങനെ കണ്ണീരിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പാദസ്വരം പോലെ ഒരു സ്വരം കേട്ട്, പിന്നെ മുല്ലപ്പൂവിൻ്റെ ഒരു മണം എന്നെ കടന്നുപോയെന്ന്. അങ്ങനെ പോയി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത് നിൽക്കുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ പാദസ്വരവും അന്ധനല്ലേ, ഈ പാദസ്വരവും മുല്ലപ്പൂവിൻ്റെ മണവും തിരിച്ചു വന്നു. എന്നിട്ട് എനിക്കൊരു പേപ്പർ നീട്ടിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകന് അഡ്മിഷൻ ആയിട്ടുണ്ട്, സ്ക്രൈബിന് അനുവദിച്ചിട്ടുണ്ട്. അത് അമ്മ ഒരാളെ ചാർജ് ചെയ്തിട്ട് ആ ചേച്ചി ഓഫീസിൽ പോയി പ്രിൻസിപ്പളിനോട് സംസാരിച്ച്, പ്രിൻസിപ്പളെ ഇപ്പം ഇത് കൊടുക്കുന്നതുകൊണ്ട് സ്കൂളിന് എന്താ നഷ്ടമെന്ന് ചോദിച്ചു. ഇവർക്ക് വേണ്ടി വാദിക്കാൻ ആളെ വെച്ചമ്മ, ഇത് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കൂളിന് എന്താ നഷ്ടം? അവനിത് പരീക്ഷ 2 അന്ധനായ വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതാനല്ലേ, അത് കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്കൂളിന് വല്ല നഷ്ടം ഉണ്ടാകുന്നത്. അത് ഇവർ ശാസിച്ച് ചോദിച്ചതോടുകൂടി ഉടനെ പ്രിൻസിപ്പൾ ഒപ്പിട്ട് കൊടുക്കും. തിരിച്ച് ഇവർ തന്നെ കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കും. അതായത് പിന്നെ ഇത് മുന്നോട്ട് പോവുകയാണ്. എൻ്റെ വിഷയം എന്ന് പറയുന്നത്, ഇവർ പോകുന്ന സഞ്ചാരങ്ങളിൽ പ്രസൻസ്, അമ്മ ഒരു ചേച്ചിയാണ് വന്നത്, പക്ഷേ അത് അമ്മയാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ സുഗന്ധം വരണത്. പ്രസൻസ്, ഞാൻ പറഞ്ഞില്ലേ, പ്രസൻസ് എപ്പോഴും ഭയങ്കര സീരിയസ് ആണ്. നമ്മൾ സീരിയസ് ആണെങ്കിൽ ദൈവം 3 ഇരട്ടി സീരിയസ് ആയിരിക്കും. ഞാൻ അതാണ് പഠിച്ചത് ഉടമ്പടിയിൽ നിന്ന്. നമ്മൾ സീരിയസ് ആണെങ്കിൽ ദൈവം 3 ഇരട്ടി സീരിയസ് ആയിരിക്കും. ദൈവം ആഗ്രഹിക്കണം എന്താണെന്നറിയാമോ? നമ്മളൊന്ന് സീരിയസ് ആകാൻ വേണ്ടിയാണ്, ആത്മാർത്ഥമാകാൻ വേണ്ടി. ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കണമെന്നുണ്ട്, പക്ഷെ അനുഗ്രഹിക്കാൻ പറ്റിയ ആത്മാർത്ഥത നമ്മുടെ കയ്യിലില്ല. അതാണ് ഒരു പ്രശ്നം. അത് നിങ്ങളൊന്ന് ചിന്തിക്കണേ. കാര്യം ഈ മനുഷ്യനോട് അലക്സസ്റ്റും ചോദിച്ചു, ഈ കണ്ണും വെച്ചുകൊണ്ട് എന്ത് പ്രേക്ഷിത പ്രവർത്തനമാണ് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ 10 കെട്ട് പത്രം ഒരാളെയും വിളിച്ചുകൊണ്ട് പോയി കൊടുത്തെന്ന്. മനസ്സിലായോ? അന്ധനായ മനുഷ്യനെ ഈ കണ്ണും വെച്ചുകൊണ്ട് എന്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അയാൾ തിരിച്ചു കൊടുത്ത ഉത്തരം എന്നറിയാമോ? ഞാൻ 10 കെട്ട് പത്രം പലപ്പോഴായിട്ട് കണ്ണ് കാണാവുന്ന ഒരാളുടെ കൈ പിടിച്ചുകൊണ്ട് പോയിട്ട് ഓരോ ആൾക്കാർക്കും ഈ അന്ധൻ ഈ പത്രം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കണ്ണ് കാണാവുന്ന ആൾക്കാരുടെ പത്രം വീട്ടിൽ ഇരിക്കുകയാണ്. അതാണ് പ്രശ്നം. ഇതാണ് നിങ്ങൾ ഇരന്ന് പണി മേടിക്കണമെന്ന് പറയണത്. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ എലികളാണ് ശരിക്കും. ഇവിടെ സിംഹങ്ങൾ വേറെ ഉണ്ട്. സിംഹങ്ങൾ നിൽക്കുകയാണ്. അന്ധനായ മനുഷ്യൻ 10 കെട്ട് പത്രം മറ്റുള്ളവരുടെ സഹായം പിടിച്ച് അവൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പോയി ഓട്ടോറിക്ഷയിലും ചന്തയിലും കൊണ്ടുനടന്ന് കൊടുക്കുകയാണ്. ആത്മാർത്ഥത എന്ന് പറയും. നമ്മളൊരു ആത്മാർത്ഥത കാണിച്ചാൽ ദൈവം 3 ഇരട്ടി ആത്മാർത്ഥത കാണിക്കും. അപ്പം ദൈവം കൊതിക്കുന്നുണ്ട്. എന്താണ്? നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല, നിങ്ങളും ആത്മാർത്ഥതയോട് ദൈവവുമായിട്ട് ജീവിക്കാൻ. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. പ്രവർത്തനം ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് അധിക അഭിഷേകം നൽകണമേ. എൻ്റെ പേര് ലിറ്റി. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപത
ഉണ്ണിമിശിഹ ദേവാലയം പുത്തമേലിക്കയിൽ നിന്ന് വരുന്നു. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് 2022 നവംബർ മാസത്തിലാണ്. അന്നു മുതൽ എനിക്ക് മാതാവ് തന്ന ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു. ഞാൻ ഇവിടെ 2 സാക്ഷ്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യമായി ഞാൻ ഉടമ്പടി നിയോഗത്തിൽ 2ാമത്തെ നിയോഗമായി വെച്ചിരുന്നത് എൻ്റെ ഹസ്ബൻഡിന് വിദേശത്തേക്ക് പോകാൻ ഒരു ജോലിക്ക് വേണ്ടിയായിരുന്നു. ഒത്തിരി തവണ ട്രൈ ചെയ്തു, പക്ഷേ നടന്നില്ല. ഏജൻറ്റ് പറഞ്ഞു ഹസ്ബൻഡിന് എന്തായാലും ഇനി പോകാൻ നോക്കണ്ട, കാരണം സാധാ ഡ്രൈവറാണ്, ഹെവി ഒന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു മോളുടെ പേപ്പർ വെക്കി എന്ന് പറഞ്ഞു. അങ്ങനെ വിദേശത്തേക്ക് പോകാൻ എനിക്ക് വേണ്ടി ഏജൻറ്റ് പേപ്പർ വർക്കുകൾ തുടങ്ങി. 3 പ്രാവശ്യം എനിക്ക് റിജക്ഷൻ വന്നു. എനിക്ക് വേണ്ടി നോക്കിയത് ഓൾഡ് ഏജ് ഹോം, ഡേ കെയർ എന്നീ സ്ഥലങ്ങളിലേക്കാണ് നോക്കിയത്. പക്ഷേ റിജക്ഷൻ വന്നു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് ഏജൻറ്റ് പറഞ്ഞു ഇനി കുറച്ച് നാളത്തേക്ക് പേപ്പർ വർക്കുകളൊന്നും നടത്തേണ്ട, ഇനിയും വെച്ചാൽ ഇങ്ങനെ തന്നെ റിജക്ഷൻ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ ഇന്നേ വരെ വെച്ച ഉടമ്പടി നിയോഗത്തിൽ 2ാമത്തെ ഉടമ്പടിയാണിതെന്നും അത് അമ്മ തന്നെ എനിക്ക് ആവശ്യമായ സമയത്ത് എനിക്കത് നല്ലതിനാണെങ്കിൽ മാത്രമേ എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ വഴി വിദേശത്തേക്ക് പോകാൻ വേറൊരു വഴി കിട്ടി. അങ്ങനെ അതിൻ്റെ പേപ്പർ വർക്കുകൾ നടക്കുകയായിരുന്നു. അതിനകത്ത് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എൻ്റെ മാതാപിതാക്കളുടെ പേര് വളരെ വ്യത്യസ്തമായാണ് കിടന്നത്. എൻ്റെ SLC ബുക്കിലെ പോലെയല്ല. അത് ശരിയാക്കിയാൽ മാത്രമേ എനിക്ക് പുറം രാജ്യത്തേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഞാൻ അത് ശരിയാക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ അടുത്ത സാറിനോട് പറഞ്ഞു. അവിടെ പോയി ആ സാർ എന്നോട് പറഞ്ഞു മാതാപിതാക്കളുടെ പേര് തെളിയിക്കുന്ന രേഖകൾ സ്കൂളിൽ നിന്ന് വാങ്ങണമെന്ന് പറഞ്ഞു. പക്ഷെ അത് ലഭിച്ചില്ല. കാരണം അപ്പച്ചൻ മരിച്ചു പോയി, പിന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റുകളൊന്നുമില്ല. അങ്ങനെ ഞാൻ ആ സാറിനോട് പറഞ്ഞു, സാറേ ഇതുമൂലം എനിക്ക് പോകാൻ ഒരു അവസരം കിട്ടൂലേ എന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു നമുക്കൊന്നും പറയാൻ പറ്റില്ല, ബർത്ത് സർട്ടിഫിക്കറ്റ് ശരിയാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സാറിനോട് പറഞ്ഞു മോളൊരു കാര്യം ചെയ്യ്, SLC ബുക്കിലെ പോലെ മോൾ അത് എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ എൻ്റെ SLC ബുക്കിൽ എന്താണ് എൻ്റെ മാതാപിതാക്കളുടെ പേര് അതുപോലെ ഞാൻ ആ അപേക്ഷയിൽ എഴുതി. ഞാൻ ആ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ കൃപാസന അമ്മയോട് പറഞ്ഞു, അമ്മയുടെ കൃപയാലാണ് ഈ പേരുകൾ വ്യത്യസ്തപ്പെടുത്തി എനിക്ക് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അതിനകത്ത് എൻ്റെ കാശുരൂപം വെച്ച് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ അപേക്ഷ ആ സാറിന് കൊടുത്തു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ഞാൻ എന്തോ ആഗ്രഹിച്ച് അതുപോലെ തന്നെ എൻ്റെ SLC ബുക്കിലെ പോലെ തന്നെ എൻ്റെ മാതാപിതാക്കളുടെ പേര് എനിക്ക് ശരിയായി കിട്ടി. പിന്നെ എനിക്ക് പോകുന്നതിന് ഒത്തിരി പൈസയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു. ആ പൈസകൾ അമ്മ എനിക്ക് ആ ഏജൻറ്റ് പറയുന്ന സമയത്ത് തന്നെ തരാൻ വേണ്ടി ഒത്തിരി പേരെ എനിക്ക് നൽകി അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് അതിനുള്ള വരുമാനമൊന്നുമില്ല, പക്ഷെ അമ്മയുടെ കൃപയാലാണ് അത് നടന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. അതുപോലെ തന്നെ എനിക്ക് ഈ ഉടമ്പടിയിൽ 8ാമത്തെ എൻ്റെ ഉടമ്പടി പുതുക്കലായിരുന്നു. ഈ ഉടമ്പടിയുടെ 50ാമത്തെ ദിവസം എനിക്ക് വിസ നൽകി പരിശുദ്ധ അമ്മ എന്നെ സഹായിച്ചു. ഇന്ന് ഞാൻ ഇസ്രായേൽ കെയർ ടേക്കറായി ഞാൻ പോവാൻ വേണ്ടി എനിക്ക് കൃപാസന മാതാവ് വിസ നൽകി അനുഗ്രഹിച്ചു. അമ്മയ്ക്ക് ഒത്തിരി നന്ദി. ഇതുപോലെ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം എനിക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു സാക്ഷ്യം പറയാനുള്ളത് എനിക്ക് ലഭിച്ച രോഗസൗഖ്യമാണ്. 2024 എനിക്ക് ശരീരത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. തലകറക്കം, ശരീരം കൈകാല് വേദനകൾ, അതുപോലെ തന്നെ എന്തോ ഇല്ലാത്ത ഭയങ്കര വിഷമങ്ങൾ. ഞാൻ അങ്ങനെ അടുത്ത ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യ്, കാരണം ബ്ലഡിൻ്റെ എന്തെങ്കിലും കുറവ് കൊണ്ടായിരിക്കും അങ്ങനെ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു. ഞാൻ ബ്ലഡ് പോയി ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ HP 9 അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു കുറച്ചും കൂടി HP വേണം, അതാണ് ഇങ്ങനെ പണിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ക്ഷീണം വന്ന് ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടണേ എന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടർ എനിക്ക് തന്ന ഗുളികകളും കൊണ്ട് അയൺ ഗുളികകളും കൊണ്ട് വീട്ടിൽ വന്നു.
3-4 ദിവസം ഞാൻ ആ ഗുളിക കഴിച്ചു. പക്ഷേ അതിനൊരു മാറ്റവും ഉണ്ടായില്ല. അതിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് ഭയങ്കര വിഷമങ്ങളായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെയും പോയി ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ, എനിക്ക് ഗുളിക കഴിച്ചിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ കൂടുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ചിലവർക്ക് അയൺ ഗുളിക കഴിക്കുമ്പോൾ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, സിറപ്പൊന്നും കഴിച്ചിട്ട് ഇനി കാര്യമില്ല, നമുക്ക് വേണമെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യാം ബ്ലഡ് വെക്കാനെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ ഭക്ഷണങ്ങൾ കഴിക്കുമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അമ്മേനോട് പറഞ്ഞു, എൻ്റെ അമ്മേ, എന്തോരം ഭക്ഷണം കഴിച്ചിട്ടാണ് എനിക്ക് ബ്ലഡ് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അമ്മ എന്നെ എനിക്കൊരു വഴി കാണിച്ചു തരണമെന്ന് പറഞ്ഞ് ഞാൻ എന്ന് അച്ഛൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ എൻ്റെ നാവിൽ അമ്മയുടെ തൈലം തൊട്ട് കുരിശ് വരച്ചും ഉപ്പിട്ട് വെള്ളം കുടിച്ച് ഞാൻ പോകുമായിരുന്നു. അങ്ങനെ ഒത്തിരി നാളങ്ങനെ മുന്നോട്ട് പോയി. ഒരു ദിവസം ആശാ വർക്കർ എന്നെ വിളിച്ച് പറഞ്ഞു, ലിറ്റി, ഇവിടെ HB ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്, ലിറ്റി ഒന്ന് വന്ന് HB ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് HB ചെക്ക് ചെയ്തപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിന് കൂടുതൽ അമ്മ എനിക്ക് HB 12 കൂടുതൽ HB എനിക്ക് അനുഗ്രഹിച്ചു. അങ്ങനെ എൻ്റെ പ്രഷറും എല്ലാവരും നോർമലാക്കി എനിക്ക് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. ഇന്നേ വരെ എനിക്ക് ആ ബുദ്ധിമുട്ടുകൾ എൻ്റെ ശരീരത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്രയും നന്മകൾ നൽകി അനുഗ്രഹിച്ച എൻ്റെ കൃപാസന മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞങ്ങളുടെ അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിൽ പോയി അവിടെയുള്ള വയസ്സായ അമ്മമാരെ കുളിപ്പിക്കും, അവരുടേതായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്, ഇവിടെ നിന്ന് കിട്ടുന്ന കൃപാസന പേപ്പർ ഞങ്ങളുടെ അടുത്തുള്ള വീടുകളിൽ പോയി കൊണ്ടു കൊടുക്കും. പിന്നെ ഞാൻ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ കൊണ്ടു കൊടുക്കും. ഞാൻ പോകുമ്പോൾ അടുത്തുള്ള വീടുകളിൽ പോകുമ്പോൾ എൻ്റെ മകനെയും കൊണ്ടുപോകും. കാരണം അവനും നമ്മുടെ പാതയിലൂടെ വരണമെന്ന് വിചാരിച്ചിട്ട് അവനും ഒത്തിരി സന്തോഷമാണ്, എൻ്റെ കൂടെ വരും. അങ്ങനെ പിന്നെ ഞാൻ ഒത്തിരി ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. ഒക്ടോബർ മാസം ഞാൻ ഈ ഉടമ്പടി എടുത്തപ്പോൾ തുടങ്ങി ഒക്ടോബർ മാസം ഞാൻ നൊയമ്പെടുത്ത് ജപമാല ചൊല്ലും. അങ്ങനെ എൻ്റെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ഓരോ പേപ്പർ വർക്കുകൾ നീങ്ങാണ്ടാവുമ്പോൾ ഞാൻ ഒരു 50 ജപമാല ചെല്ലാൻ വേണ്ടി നേരും. എന്നിട്ട് ഞാൻ അതിന് വേണ്ടി നൊയമ്പെടുക്കും. അങ്ങനെയാണ് ജപമാലകൾ, ഒത്തിരി ജപമാല ചൊല്ലും. ജപമാല ചെല്ലുന്നത് ഞാൻ നടന്നു പോകുമ്പോൾ മാത്രമേ ജപമാല ചെല്ലുള്ളൂ. വീട്ടിൽ ചെല്ലുമ്പോൾ മുട്ടുകുത്തി കൈ വിരിച്ച് ഞാൻ എപ്പോഴും ജപമാല ചെല്ലും. ഒത്തിരി ജപമാല ചെല്ലിയോടുകൂടി എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവിടുന്ന് മാതാവ് നൽകിയിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകി എന്നെയും എൻ്റെ കുടുംബത്തെയും മാതാവ് അനുഗ്രഹിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഐറിൻ മാത്യു. ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 20/12/2024 ഉടമ്പടി എടുക്കാൻ പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഉടമ്പടി എടുക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്നാലും എനിക്ക് എടുക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ 3ാമത്തെ തവണയാണ് എന്തോ എനിക്ക് തന്നെ മനസ്സിൽ തോന്നി പെട്ടെന്ന് ഉടമ്പടി എടുക്കണമെന്നുള്ളത്. ഉടമ്പടി എടുത്ത് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. 6 നിയോഗങ്ങൾ നമുക്ക് ഉടമ്പടിയിൽ എഴുതാം. ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്നാണ് വരുന്നതെങ്കിൽ എൻ്റെ സ്വന്തം വീട് തൊടുപുഴയിലാണ്. 6ാമത്തെ നിയോഗമായിട്ട് ഞാൻ എഴുതിയത്, എനിക്ക് ബാങ്കിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. തൊടുപുഴ കോപ്പറേറ്റീവ് ബാങ്കിൽ എനിക്ക് 20 lakhs ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ പല സാങ്കേതിക തകരാറുകൾ കൊണ്ട് ബാങ്ക് പെട്ടെന്ന് പൊട്ടുകയാണ് ഉണ്ടായത്. കോപ്പറേറ്റീവ് ബാങ്ക് പൊട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിസരത്തുള്ള എല്ലാവർക്കും അവിടെ ഒരുപാട് ഡെപ്പോസിറ്റ് ഉള്ളവരായിരിക്കും. അങ്ങനെ നമുക്കുള്ള ഒരു എമൗണ്ട് അതില്ലാതായി. പെട്ടെന്നൊരു ദിവസം ബാങ്ക് പൊട്ടുക എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു അവസ്ഥയായി പോയി. ബാങ്ക് അതിന് റെസ്പോൺസിബിൾ അല്ല എന്നിങ്ങനെ പറയുന്നത്. അവസാനം ഞാനിവിടെ ഉടമ്പടിയിൽ 6ാമത്തെ നിയോഗമായിട്ട് അത് സാധിക്കില്ല എന്ന് പലരും പറഞ്ഞു. പല നാഷണലിസ്റ്റ് ബാങ്കുകാരും ആ ഒരു അഭിപ്രായം പറയുകയുണ്ടായി. നിങ്ങളല്ലാതെ ആരെങ്കിലും കോപ്പറേറ്റീവ് ബാങ്കിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുമോ എന്നുള്ള ഒരു അഭിപ്രായം പല മാനേജേഴ്സും എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി. അങ്ങനെ ഉടമ്പടിയിൽ ലാസ്റ്റ് വെച്ചൊരു കാര്യം, ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിലെത്തി ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ബാങ്ക് മാനേജർ എന്നെ കോണ്ടാക്ട് ചെയ്യുകയാണ്. ഐറിനല്ലേ, നിങ്ങളുടെ ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. അതുവരെ ഞാൻ ബാങ്കിലെ മാനേജറിൻ്റെ അടുത്ത് പോയി കാണും, അല്ലെങ്കിൽ അവരെ വിളിക്കും. അപ്പോൾ അവർ ഒന്നെങ്കിൽ ഫോൺ എടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും.
കിട്ടില്ല എന്ന് പറഞ്ഞൊരു എമൗണ്ട് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് ഒരു 3 ദിവസം കൊണ്ട് എനിക്ക് തിരിച്ച് കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ 20 lakhs rupees-ആണ് എനിക്ക് കിട്ടിയത്. എനിക്ക് ഡെപ്പോസിറ്റ് അത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പലിശ എല്ലാം ചേർത്ത് ഫുൾ എമൗണ്ട് മെയ് മാസത്തോടു കൂടി എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഉടമ്പടി എടുത്തതിൻ്റെ ഒരു ഫലമായിട്ട് കിട്ടിയൊരു കാര്യമാണ് അത്. ഉടമ്പടി എടുത്തതിൽ നിന്ന് മാത്രമാണ് എനിക്കിത് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കിട്ടില്ല എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. ഉടമ്പടിയിൽ ഞാൻ വെച്ചതും അങ്ങനെ തന്നെയാണ്. ഒരു വിശ്വാസം ഇല്ലായിരുന്നു അത് കിട്ടുമെന്നുള്ളത്. അപ്പോൾ എനിക്കത് കിട്ടി. പിന്നെ എനിക്ക് വിശ്വാസ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ഒരു സാക്ഷ്യം പറയുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഡെയിലി കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരാളാണിപ്പം. അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ പറ്റുന്നുണ്ട്. കുർബാനയിൽ പങ്കെടുക്കുക എന്നുള്ളത് സാഹചര്യങ്ങൾ, ഞാൻ ഡെയിലി ജോലിക്ക് പോകുന്ന ഒരാളാണ്. അപ്പോൾ രാവിലെ 7 മണിക്ക് പോകുന്ന ഒരാൾ കുർബാനകൾ സാധാരണ രാവിലെയാണ് അല്ലേ, എല്ലാ ഇടവകളിലൊക്കെ രാവിലെ 6 മണിക്ക് 6:15 പക്ഷേ എനിക്ക് വൈകുന്നേരം 5:45 കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. അതിനുള്ളൊരു സാഹചര്യം വന്നു. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും പറ്റുന്നുണ്ട്. ഈ 2 കാര്യങ്ങൾ. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നതും ഇവിടെ നിന്ന് ലഭിക്കുന്ന പത്രം ഞാൻ കൊടുക്കാറുണ്ട്. പത്രം കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യ ഉടമ്പടി എടുത്ത് പോയ ഒരു സമയത്ത് പത്രം കൊടുത്തത് എനിക്കിത് മൊത്തം കൊടുക്കാൻ പറ്റിയിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ പത്രം കൊടുക്കുമ്പോൾ ഞാൻ മെട്രോ സ്റ്റേഷനിലൊക്കെ ആളുകളോട് അങ്ങോട്ട് ചോദിക്കും, ഞാൻ കൃപാസനത്തിൽ പത്രം തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർ വേണ്ടാന്ന് പറയും. ഞാൻ പത്രം അവരുടെ മുമ്പിലേക്ക് കൊടുത്തിരുന്നില്ല. ചോദിക്കും, വേണ്ടെന്ന് പറയും, ഞാൻ കൊടുക്കില്ല. പകുതി പത്രം പോലും എനിക്ക് ആ സമയം ആദ്യത്തെ ഉടമ്പടിയിൽ കൊടുക്കാൻ പറ്റിയിരുന്നില്ല. ഞാൻ ബാഗിൽ എല്ലാ ദിവസവും കൊണ്ടുപോകും, പക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ രണ്ടാമത് ഞാൻ പുതുക്കിയ സമയത്ത് എനിക്ക് 3 കെട്ട് പത്രമാണ് തന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, 1 കെട്ട് പത്രം കൊടുക്കാതെ ഞാൻ എങ്ങനെ 3 കെട്ട് പത്രം വിതരണം ചെയ്യും? അതിനൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. എന്താണെന്ന് എനിക്കറിയില്ല. ധൈര്യത്തിൻ്റെ കാര്യമില്ല ഒരു പത്രം കൊടുക്കാൻ, നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആ 3 കെട്ട് പത്രം അന്ന് വൈകുന്നേരം ഞാൻ തൃപ്പൂണിത്തുറ മാർക്കറ്റ് റോഡിൽ ഇവിടെ നിന്ന് പോയി. അന്ന് വൈകുന്നേരം ഞാൻ ബസ് ഇറങ്ങി. ഞാൻ എനിക്ക് തോന്നി തൃപ്പൂണിത്തുറ മാർക്കറ്റിൽ അവിടെ ഇറങ്ങി ഞാൻ ആദ്യം ഒരു കെട്ട് കയ്യിലെടുത്ത് കെട്ട് പത്രം ഞാൻ റാൻഡമായിട്ട് എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തു. ഞാൻ കൊടുക്കുന്നവരെല്ലാവരും ഇത് വാങ്ങി. എനിക്കതൊരു ഷോക്കിംഗ് ആയിരുന്നു. അതെങ്ങനെ ഒരു കെട്ട് പെട്ടെന്ന് തന്നെ തീർന്നു. ഞാൻ അടുത്ത കെട്ട് പേപ്പർ എടുത്തു. ഞാൻ പേപ്പർ കൊടുക്കാൻ തുടങ്ങിയപ്പം ഒരു പൂ വിൽക്കുന്ന കടയിലൊരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ മാസത്തെ പത്രം എനിക്ക് കിട്ടിയില്ല മോളെ, എന്നും പത്രം തരുന്ന ആൾ വന്നിട്ടില്ല. പെട്ടെന്ന് ഞാൻ വിചാരിച്ച്, ഇങ്ങനെ എല്ലാവരും പത്രം കൊടുക്കുന്നുണ്ട്, പത്രത്തിനായി ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് അത്ഭുതമായിരുന്നു. അത് ആ 2ാമത്തെ കെട്ടും പെട്ടെന്ന് തന്നെ തീർന്നു. പിന്നെ ഞാൻ വിചാരിച്ചു 3ാമത്തെ കെട്ട് ഇനി തീരില്ലായിരിക്കും. അത് വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ തീർന്നു. അപ്പോൾ ആദ്യം ഞാൻ പത്രം കൊടുക്കുന്ന സമയത്ത് കടയിലെ ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ പിരിവിന് വരുന്നവരാണ്, അമ്പലത്തിൽ അങ്ങനത്തെ പിരിവിന് വരുന്ന ആളാണെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഈ ഒരു സാക്ഷ്യം ഞാൻ അവരുടെ അടുത്ത് പറയാനായിട്ടും കൂടി ശ്രമിച്ചു. അതായത് 2ാമത്തെ കെട്ട് പത്രം കൊടുക്കുമ്പോൾ എനിക്ക് കുറച്ച് ധൈര്യം കിട്ടി. ഇത് അച്ഛൻ പറയുന്ന പോലെ നമ്മളത് സാക്ഷ്യം ഇവിടെ പറയുന്ന പോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിലും അത് പറയാനായിട്ട്, മാതാവിനെ പറ്റി പറയാനും എനിക്ക് കിട്ടിയൊരു അനുഗ്രഹം പറയാനുമായിട്ട് ഞാൻ ഈ ഒരു സാക്ഷ്യം ഞാൻ പലരുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ കോളേജിൽ എൻ്റെ കൊളീഗ്സിൻ്റെ അടുത്ത് ഒക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, പലരും എന്നെ കളിയാക്കുന്നുണ്ട്. വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിലും അല്ലെങ്കിൽ തന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും നമ്മളൊരുപാട് ഭക്തി കാണിക്കുന്നു ഓവറായിട്ട്. അതെനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു ആദ്യം. പക്ഷെ ഇപ്പം ഞാനത് മൈൻഡാക്കാറില്ല. ഭക്തി എന്നുള്ളത് ആരെന്ത് വേണേലും പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ കാര്യം, എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, കാരുണ്യ പ്രവൃത്തികൾ, അതെല്ലാം ഞാൻ ആരെയും നോക്കാറില്ല, ആരെയും ശ്രദ്ധിക്കാറില്ല. എൻ്റെ പ്രാർത്ഥന, എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ അതെല്ലാം ഞാൻ നന്നായി ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ശീലം, എൻ്റെ മുമ്പിൽ ആര് കൈനീട്ടി ഇപ്പം പുറത്തേക്കൊക്കെ പോകുന്ന സമയത്താണെങ്കിലും ഭിക്ഷ യാചിക്കാനായിട്ട് പലരും നമ്മുടെ മുമ്പിൽ വന്നിരുന്നു.
അപ്പോൾ ആദ്യം പണ്ട് ചെയ്തിരുന്നേക്കാളും കൂടുതലായിട്ട് ആരും വന്ന് കയ്യിൽ നീട്ടിയാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ എമൗണ്ട് ആണെങ്കിലും കൊടുക്കാം എന്നൊരു മനസ്സെനിക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരാളെ കാണുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കണം, അങ്ങനെ ഒരു തോന്നൽ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഉടമ്പടി എന്നുള്ളത് എൻ്റെ കാര്യം സാധിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ തന്നെ, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ യൂട്യൂബിൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട്. ഈ പത്രവിതരണം മാത്രമല്ല, ഞാൻ ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ എല്ലാ ദിവസവും കേൾക്കുന്ന ആളാണ്. 5:30 ഞാൻ 5:30 മുമ്പായിട്ട് തന്നെ പ്രാർത്ഥനകൾ ചൊല്ലും. പിന്നെ 5:30 അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് വീഡിയോ ആ സമയത്ത് കേട്ടില്ലെങ്കിലും പിന്നീടൊരു കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണെങ്കിൽ ഞാൻ വീഡിയോ കേൾക്കാറുണ്ട്. ആ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്, സ്റ്റാറ്റസായിട്ട് ഇടാറുണ്ട്. അതുപോലെ തന്നെ സാക്ഷ്യങ്ങളെല്ലാം തന്നെ പല സമയങ്ങളിലായിട്ട് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാൻ കേൾക്കാറുണ്ട്, അത് ഷെയർ ചെയ്യാറുണ്ട്. പലരെയും അറിയില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ പള്ളിയെപ്പറ്റിയും അത്ഭുതങ്ങളെപ്പറ്റിയും എല്ലാം. ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. എന്നെ ഈ വിശ്വാസ ജീവിതത്തിൽ കൊണ്ടുവന്നതിലും ഈ വിശ്വാസ ജീവിതത്തിൽ നയിക്കുന്നതിലും മാതാവിനും യേശുവിനും ഒരുപാട് നന്ദി.